കായികവും രാഷ്ട്രീയവും സാഹിത്യവും സംഗീതവും തുടങ്ങി സകല മേഖലകളും ഒരുപോലെ വഴങ്ങുന്ന മാധ്യമലോകത്തെ സകലകലാ വല്ലഭനാണ് രവി മേനോൻ. മലയാളത്തിൽ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. ഒരു കാലത്ത് മലയാള സിനിമയുടെ നീലപ്പൊന്മാനായി തിളങ്ങി നിന്ന് കാമുക സങ്കല്പങ്ങൾക്ക് പുതിയ നിറം പകർന്ന് സാക്ഷാൽ മോഹൻ ശർമ്മയുടെ ഇന്നത്തെ ദുരവസ്ഥയാണ് രവി മേനോൻ തന്റെ കുറിപ്പിലൂടെ ലോകത്തെ അറിയിച്ചത്. പ്രശസ്ത നടി ലക്ഷ്മിയുടെ മുൻഭർത്താവ് കൂടിയായ അദ്ദേഹം ഇന്നെല്ലാ അർത്ഥത്തിലും തകർന്ന് മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെ ചെന്നൈയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുകയാണ്. ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയിൽ വരെ അംഗമായിരുന്ന 170-ലധികം സിനിമകളിൽ തിളങ്ങിയ ഒരു മഹാനടന്റെ ഇന്നത്തെ അവസ്ഥ കലാലോകത്തിന് വലിയൊരു നൊമ്പരമാണ്. പണ്ടെന്നോ പാടിയ കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ എന്ന വരികൾ ചിരിയോടെ മൂളിക്കൊണ്ട് വിധിയെ പഴിചാരാതെ ജീവിക്കുകയാണ് മലയാളികളുടെ സ്വന്തം പ്രണയനായകൻ. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിപ്പിച്ചു വരുത്തി ആർഭാടമായി ആഘോഷിക്കേണ്ട പിറന്നാൾ വേളയിലാണ് അദ്ദേഹം ആരുമില്ലാതെ ഒരു വൃദ്ധസദനത്തിൽ അനാഥനെ പോലെ കഴിയുന്നത്. 1948 ജനിച്ച് പ്രശസ്ത നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻ ശർമ്മയ്ക്ക് ഇത് 78-ാം വയസ്സ്. മരുന്നിന് പോലും വഴിയില്ലാതെ തിരുവള്ളൂർ ജില്ലയിലെ നന്ദിയാമ്പക്കത്തുള്ള സ്നേഹാലയം വൃദ്ധസദനത്തിലാണ് മലയാളത്തിന്റെ ഈ പഴയ പ്രണയനായകൻ ഇപ്പോൾ കഴിയുന്നത്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, എഴുത്തുകാരൻ, ഗായകൻ, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റോട്ടറി ക്ലബിന്റെയും മുൻ പ്രസിഡന്റ് തുടങ്ങി ചലച്ചിത്ര വ്യവസായത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങിയ പാലക്കാട് തത്തമംഗലം സ്വദേശിയായ മോഹന്റെ ഇന്നത്തെ അവസ്ഥ കലാലോകത്തിന് വലിയൊരു നൊമ്പരമാണ്. ചട്ടക്കാരിയിലെ ഓമൈ ജൂലി, രാഗത്തിലെ ഇവിടെ കാറ്റിന് സുഗന്ധം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലെ വീണപ്പൂവേ, കുമാരനാശാന്റെ വീണപ്പൂവേ തുടങ്ങിയ അനശ്വര ഗാനങ്ങളിലെ മോഹന്റെ അഭിനയം ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. തന്റെ സമ്പാദ്യമെല്ലാം ചെലവഴിച്ച് 2012 മലയാളത്തിലും തമിഴിലുമായി നിർമ്മിച്ച ഗ്രാമം എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇതുവരെ വിറ്റുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ് തമിഴ് സൂപ്പർ താരം രജനീകാന്ത് 1 ലക്ഷം രൂപ സഹായം നൽകിയിരുന്നു. മോഹൻ ഒരിക്കൽ നേതൃത്വം നൽകിയ റോട്ടറി ക്ലബ് ഭാരവാഹികളാണ് അദ്ദേഹത്തെ നിലവിലെ താമസ സ്ഥലത്തെത്തിച്ചത്. ഏകമകൻ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയിയെ 25 വർഷമായി അറിയാമെന്നും അദ്ദേഹത്തെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും മോഹൻ പങ്കുവയ്ക്കുന്നു. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് ജനിച്ച മോഹൻ ഗ്രാമത്തിലെ സമപ്രായക്കാർ വലിയ ഉദ്യോഗങ്ങൾക്കായി പഠിച്ചപ്പോൾ ചലച്ചിത്ര സംവിധായകനാകാൻ സ്വപ്നം കണ്ടു നടന്നയാളാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് വീട്ടിൽ നിന്ന് പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ചെന്നൈയിൽ മെഡിക്കൽ റെപ്പായി ജോലി ചെയ്താണ് അദ്ദേഹം പഠനത്തിനുള്ള പണം സ്വരൂപിച്ചത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് അഭിനയത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദം കരസ്ഥമാക്കുന്ന ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു മോഹൻ. മിഥുൻ ചക്രവർത്തി, ഷബാന ആസ്മി, നസറുദ്ദീൻ ഷാ, ഓംപുരി, ബാലു മഹേന്ദ്ര, KG ജോർജ് തുടങ്ങിയ പ്രതിഭകളായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ സഹപാഠികളും സീനിയേഴ്സും. പൂനെയിലെ സഹപാഠിയായ ബാലുമഹേന്ദ്രയുടെയും KG ജോർജിന്റെയും നിർദ്ദേശപ്രകാരമാണ് രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന സിനിമയിലേക്ക് മോഹന് ക്ഷണം ലഭിക്കുന്നത്. കാര്യാട്ടാണ് അദ്ദേഹത്തിന്റെ പേരിലെ ശർമ്മ എടുത്തുമാറ്റി വെറും മോഹനാക്കിയത്. എന്നാൽ ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് PN മേനോൻ സംവിധാനം ചെയ്ത പണിമുടക്ക് എന്ന ചിത്രമായിരുന്നു. മധു നായകനായ ചിത്രത്തിലെ മോഹന്റെ സ്ക്രീൻ പ്രസൻസും രൂപസൗകുമാര്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് KS സേതുമാധവന്റെ ചട്ടക്കാരിയിലെ ശശി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചു. നടി ലക്ഷ്മിയുടെ നായകനായി തിളങ്ങിയ മോഹൻ അക്കാലത്തെ യുവതി യുവാക്കളുടെ ഹരമായി മാറി. ചട്ടക്കാരിക്ക് ശേഷം പ്രശസ്ത സംവിധായകൻ ഭീംസിംഗിന്റെ രാഗം, ഭരതന്റെ അരങ്ങേറ്റ ചിത്രമായ പ്രയാണം എന്നിവയിലൂടെ തുടർച്ചയായ ഹിറ്റുകൾ മോഹനെ തേടിയെത്തി. പത്മരാജന്റെ രചനയിൽ ഭരതൻ ഒരുക്കിയ പ്രയാണത്തിൽ അഭിനയകലയുടെ കുലപതി കൊട്ടാരക്കര ശ്രീധരൻ നായർക്കൊപ്പമാണ് മോഹൻ സ്ക്രീൻ സ്പേസ് പങ്കിട്ടത്. ചട്ടക്കാരിയുടെ സെറ്റിൽ വെച്ചാണ് നായികയായ ലക്ഷ്മിയുമായി മോഹൻ പ്രണയത്തിലാകുന്നത്. തുടർന്ന് രാഗം, പ്രയാണം എന്നീ സിനിമകളുടെ സെറ്റുകളിലേക്കും ആ പ്രണയം വളർന്നു. 3 സിനിമകളും റിലീസ് ചെയ്ത അതേ വർഷം തന്നെ ഇരുവരും വിവാഹിതരായി. എന്നാൽ ആരാധകർ ഏറെ ആഘോഷിച്ച ആ ദാമ്പത്യത്തിന് 5 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു. 2 വർഷത്തിനു ശേഷം ശാന്തി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പുറംലോകം അധികമൊന്നും അറിഞ്ഞില്ല. പിന്നീട് ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് കടന്ന മോഹൻ വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി 20ഓളം സിനിമകൾ നിർമ്മിച്ചു. അതിൽ ചിലത് വിജയിച്ചെങ്കിലും പലതും കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 1980 ജയൻ നായകനായ കാന്തവലയം എന്ന ചിത്രത്തിന് ശേഷം 2 പതിറ്റാണ്ടിന്റെ ഇടവേള കഴിഞ്ഞ് 2000 അദ്ദേഹം വീണ്ടും മലയാളത്തിൽ സജീവമാകുന്നത്. മമ്മൂട്ടിയുടെ ദാദാസാഹിബ്, കുബേരൻ, മായാമോഹിനി, മാമാങ്കം, ഫോറൻസിക് തുടങ്ങി 1 ഡസനോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മോഹൻലാൽ നായകനായ ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിൽ അടിച്ചുപൊളി പാട്ടുകൾ ഉൾപ്പെടെ 4 ഗാനങ്ങൾ പാടിയതും നിർമ്മിച്ചതും മോഹൻ തന്നെയാണ്. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന കൗമാരകാല സ്വപ്നമാണ് മോഹനെ പൂർണ്ണമായും സാമ്പത്തിക ബാധ്യതയിലാക്കിയത്. 2012 തന്റെ സമ്പാദ്യവും ബാങ്ക് വായ്പയും ഉപയോഗിച്ച് തമിഴിലും മലയാളത്തിലുമായി ഗ്രാമം എന്ന ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ജയലളിത അടക്കമുള്ള പ്രമുഖരുടെ പ്രശംസയും നേടിയെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറി. അതോടെ അദ്ദേഹം കരകയറാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയായിരുന്നു. തന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച് ചെന്നൈ നഗരത്തെ ഉപേക്ഷിക്കാൻ മോഹൻ തയ്യാറായില്ല.
നിലവിൽ ചെന്നൈയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ശ്രീരാമവതാർ അഗർവാൾ സഭയുടെ വൃദ്ധസദനത്തിൽ കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം കഴിയുന്നു. പ്രതിമാസം 40,000 രൂപയോളം മരുന്നിനായി മാത്രം ആവശ്യമാണ്. സുഹൃത്തുക്കൾ മുൻകൈയെടുത്താണ് അദ്ദേഹത്തെ ആശ്രമത്തിലെത്തിച്ചതും മുറിയിലേക്ക് ആവശ്യമായി ടിവിയും ഫ്രിഡ്ജും AC-യും വാങ്ങി നൽകിയതും. തന്റെ ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് പരാതികളോ നിരാശയോ ഇല്ല. പഴയ ഓർമ്മകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ മനസ്സിന്റെ കോണിൽ ഉറങ്ങുകയാണെന്ന് അദ്ദേഹം പറയുന്നു. യൂട്യൂബിൽ പഴയ കോമഡി രംഗങ്ങൾ കണ്ടും ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെ നോക്കി ചിരിച്ചുമാണ് ഈ 78-കാരൻ ഇപ്പോൾ സമയം തള്ളി നീക്കുന്നത്. വെറും കൈയോടെ മദ്രാസിലേക്ക് വണ്ടി കയറിയ തനിക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നാലും നഷ്ടമില്ലെന്നും മലയാള സിനിമാ ചരിത്രത്തിൽ മറക്കാനാകാത്ത ചില ചിത്രങ്ങൾക്കൊപ്പം തന്റെ പേരും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന ആശ്വാസത്തിലുമാണ് മലയാളത്തിന്റെ ഈ പഴയ പ്രണയനായകൻ.